ഹായ് ഫ്രണ്ട്സ്, കാർത്തിക ടാരോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് അടുത്ത 72 hours നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക, ആ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്, ആ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറലൈസ് റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും റെസനേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ ആ പേഴ്സന്റെ നല്ല നല്ല മൊമെന്റ്സുകൾ ആലോചിക്കുക, ആ പേഴ്സണായിട്ട് ഉണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സുകൾ ആലോചിക്കുക. ഓക്കെ, ഫസ്റ്റ് കാർഡാണ് പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. 2 of Cups എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾ ആ പേഴ്സണും തമ്മിൽ എന്തായാലും നല്ലൊരു റിലേഷൻഷിപ്പ് എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഈ വ്യക്തി എന്തായാലും നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെന്റ് എന്തായാലും തന്നിരിക്കും. ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരും. നിങ്ങൾ ആ പേഴ്സണും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എന്തായാലും മുന്നോട്ട് പോകുന്നതാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഇത്തിരി ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളോ അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നം നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ്. ഈ റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒത്തിരി റിസ്ക് എടുക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഫോക്കസ് ചെയ്യുകയും ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ത്യാഗങ്ങൾ എന്തായാലും സഹിക്കും ഈ വ്യക്തി. ഓക്കെ, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു പേഴ്സൺ ആണ്. ഓക്കെ, ചിലവരുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഇട്ടേച്ച് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ വ്യക്തിക്ക് എന്താണ് ഈ വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന കർമ്മ നമുക്ക് നോക്കാം കേട്ടോ. ഈ വ്യക്തിക്ക് എന്ത് കിട്ടാൻ പോകുന്ന കർമ്മ? ഓക്കെ, ഈ വ്യക്തി നിങ്ങളിങ്ങനെ ചതിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ലാസ്റ്റ് ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വിഷമിക്കുന്ന സിറ്റുവേഷൻ എന്തായാലും ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ചിലവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 of Cups കാർഡ് വന്നിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു മാരേജ് പോസിബിൾ ആണ്, ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും പോസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒത്തിരി തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം നിങ്ങൾക്ക് എന്തായാലും കപ്സ് തരുന്നുണ്ട്. നിങ്ങളായിട്ടൊരു മാരേജ്, ഈ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ മാരേജ് ചെയ്യുന്ന ഒത്തിരി ആഗ്രഹമുണ്ട് ഈ വ്യക്തിക്ക്. അതിനുവേണ്ടി ഈ വ്യക്തി മുന്നോട്ട് എന്തായാലും നിങ്ങളെ റിസ്ക് എടുക്കുകയും ചെയ്യും. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വ്യക്തി ഓക്കെ നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാവും. ഏസ് ഓഫ് പെന്റിക്കിൾ എന്ന് പറയുന്ന കാർഡാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ പേഴ്സൺ തമ്മിൽ ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ മണിപരമായിട്ട് ഒരു പുതിയൊരു തുടക്കം എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ഈ പേഴ്സൺ നിങ്ങളെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളായിട്ടൊരു മാരേജ്, നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് ഒരു മാരേജിന് പോസിബിലിറ്റി, നിങ്ങളായിട്ടൊരു ഹാപ്പി ലൈഫ് ഈ വ്യക്തിക്ക് വേണമെന്ന് ഒത്തിരി താല്പര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും ഈ പേഴ്സൺ എന്തായാലും വരുന്നതായിരിക്കും. ചിലർ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പൊ ആ വ്യക്തിക്ക് ഒത്തിരി വിഷമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ചെയ്ത തെറ്റെന്താന്ന് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ ഉള്ള വ്യക്തികളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും വരും. ഏസ് ഓഫ് പെന്റിക്കിൾ എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരാണ്ടൊന്നും ഇരിക്കില്ല. കാരണം ഈ വ്യക്തി എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സൺ എന്തായാലും ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാവും. ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, ഈ പേഴ്സൺ കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്ന കാർഡ് എന്തായാലും വന്നിട്ടുണ്ട്. ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മിറ്റ്മെന്റ് തരുന്നതായിരിക്കും. ഈ വ്യക്തിയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടൊരു മാരേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടൊരു ഫ്യൂച്ചറിൽ ഒരു മാരേജ്, നിങ്ങളുടെ കിഡ്സിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനാണ് ഈ വ്യക്തിയുടെ താല്പര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോവാൻ പറ്റുന്നതല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, ചിലവരുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിപ്പോൾ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരെ ഏസ് ഓഫ് പെന്റിക്കിൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതും നിങ്ങൾ ആ പേഴ്സൺ തമ്മിൽ എന്തായാലും ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും. ചിലവരുടെ വ്യക്തികൾ
ചതിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. ഈ വ്യക്തി പെട്ടെന്ന് ഇട്ടേച്ച് പോയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് ജീവിതത്തിൽ നിന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. കാരണം എന്താണ് ഞാൻ മുന്നോട്ട് എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം ഓക്കെ, ആ പേഴ്സണും നിങ്ങളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് വെച്ചിട്ട് പോസിറ്റീവ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ എന്തായാലും ഒരു മാരേജ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് കണ്ട 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്തായാലും മാരേജിലോട്ട് പോകുന്നത് എന്തായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഒത്തിരി റിസ്ക് എടുക്കുന്നതായിരിക്കും. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ഓരോ വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഈ വ്യക്തിക്ക് പിന്നീട് അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ഈ വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളുടെയാണ്. ഈ വ്യക്തിക്ക് പിന്നീട് വിഷമം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്ന കാർഡാണ്. ഈ വ്യക്തി ഭാരാണ്. കാരണം വെച്ചാൽ ഓവർലോഡ് കൊണ്ടുപോകുന്ന പോലെയാണ് കാണുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് പിന്നീട് ഒത്തിരി വിഷമമുണ്ടാകും. പക്ഷേ പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് ഏസ് ഓഫ് പെന്റിക്കിൾ എന്ന് പറയുന്ന കാണിച്ച് പിന്നീട് നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ഈ പേഴ്സൺ വരുന്നതായിരിക്കും. ഈ പേഴ്സൺ അതിനുള്ളത് കിട്ടുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ട് പോയതിനുള്ള വിഷമം പിന്നീടായിരിക്കും മനസ്സിലാവും. നിങ്ങൾ ഇല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ പേഴ്സൺ തമ്മിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരുന്നതായിരിക്കും. കാരണം ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കോണ്ടാക്ട് ചെയ്യരുത് ഒരിക്കലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, 72 hours എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസും മെസ്സേജ് തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ഫ്രം നൗ, ഇക്കൊല്ലം തന്നെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്തായാലും വരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികൾ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. ഈ പേഴ്സൺ എന്തായാലും ഇക്കൊല്ലം തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. സെക്കൻഡ് കാർഡ് എന്ന് വെച്ചാൽ അബണ്ടൻസ്. ഇപ്പോൾ വെൽത്ത് പരമായിട്ടാണെങ്കിലും ഒക്കെ ആണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്തായാലും ബ്ലെസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നടക്കുന്നുണ്ട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് നല്ല. പിന്നെ ഒരു പോസിബിലിറ്റീസ് എന്തായാലും നടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ മാരേജ് എന്തായാലും പോസിബിൾ ആയിരിക്കും. ട്രസ്റ്റ് ചെയ്യുക എന്തായാലും. അടുത്തത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും വരുന്നതായിരിക്കും. നെക്സ്റ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിനെ പറ്റിയിട്ട് ഒത്തിരി ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി വരുമ്പോൾ വരട്ടെ, അതുവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റക്ക് ആക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോവാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി വരുമ്പോൾ വരട്ടെ, അതുവരെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരുന്നോണ്ട് കാര്യമില്ല. ആ പേഴ്സൺ വരുമ്പോൾ വരും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരാണ്ടൊന്നും ഇരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, ഈ വ്യക്തിയുടെ മെസ്സേജസ് എന്താന്ന് നോക്കാം നമുക്ക്. എന്ത് മെസ്സേജാണ് തരുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ആ വ്യക്തിക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റൊമാൻറ്റിക് ഒത്തിരി നിങ്ങളെ
കം ബാക്ക് ഇൻ മൈ ലൈഫ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് വരാനാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഐ ഫീൽഡ് ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിംഗ്. ആ വ്യക്തിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്തായാലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ കാര്യത്തിൽ ഫെയിലാണ്. ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ മൂടി വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കില്ല. പുറമെ സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹമില്ലാത്ത രീതിയിലായിരിക്കും ഈ വ്യക്തി ഇരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഹാർഡ് ടു ലെറ്റ് യുവർ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഏഞ്ചൽസും തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേഴ്സന്റെ കാര്യങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുള്ളൂ. കാരണം നമ്മുടെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തായാലും സ്റ്റക്കായിട്ടിരിക്കുള്ളൂ. അതിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയും നമുക്ക് വലിയ സന്തോഷം തോന്നില്ല. കാരണം ഈ പേഴ്സന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കരുത്. ആ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തായാലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ സ്റ്റക്കാവരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ലെറ്റ്സ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു വേൾഡ്. നമ്മുടെ പവർ എന്താന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാം. എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഒരുമിപ്പിക്കുന്നുള്ള ഇതെന്തായാലും നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരുമിക്കും. അതിലത്തെ ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു നല്ലൊരു മാതൃക മറ്റുള്ളവർ കാണട്ടെ നമ്മൾ നല്ലൊരു ജീവിക്കുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ എന്തായാലും ഈ വ്യക്തി ഒത്തിരി റിസ്ക് എടുക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് വരെ ഈ വ്യക്തി എന്തായാലും ഒത്തിരി റിസ്ക് എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്തായാലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേണം. നിങ്ങൾ ഡിപ്പെൻഡ് ആണ് ഈ പേഴ്സണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല മുന്നോട്ട് പോവാൻ. ഓക്കെ, കുറച്ച് മെസ്സേജസ് എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലവര് പേഴ്സൺ ഭയങ്കര ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ലെറ്റർ വി എന്ന് പറയുന്ന ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണില് പേരില് ലെറ്റേഴ്സ് ഉള്ളത്. എൽ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഫെബ്രുവരി എന്ന് പറയുന്ന മന്ത് വന്നിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഫെബ്രുവരി വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മാർച്ച് എന്ന് പറയുന്ന മന്ത് വന്നിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, നിങ്ങൾ ആ പേഴ്സണെ പെട്ടെന്ന് ദേഷ്യപ്പെടരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിർത്താം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ അബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ പല ജില്ലയിലായിരിക്കാം. പിന്നെ ഒരു 5 എന്ന് പറയുന്ന നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് ആയിരിക്കാം. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒത്തിരി പേർക്കുണ്ട്. 888 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. 3 മന്ത്. ഓക്കെ, 3 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്, മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. 14 എന്ന് പറയണ നമ്പർ വന്നിട്ട് നിങ്ങളുടെ പേഴ്സന്റെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടൊരു ദിവസമായിരിക്കാം, നിങ്ങൾ മീറ്റ് ചെയ്തായിരിക്കാം, പിന്നെ നിങ്ങളുടെ ഒരു പ്രണയിച്ച ഒരു ദിവസത്തെ ഫസ്റ്റ് ദിവസമായിരിക്കാം. ഓക്കെ, മെഡിക്കൽ ഫീൽഡ്, നിങ്ങൾ ആ പേഴ്സണോ മെഡിക്കൽ ഫീൽഡാണ്. വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർട്ടിസ്റ്റ് ആവാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ലെറ്റർ എം വന്നിട്ടുണ്ട്. 24 എന്ന് പറയണ നമ്പർ വന്നിട്ടുണ്ട്. എച്ച് വന്നിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ, ഞാൻ പറയാം, മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കണവർ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഈ ഫുൾ മൂൺ ഡേയുടെ ഒക്കെ അന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അന്നത്തെ ദിവസമൊക്കെ മാനിഫെസ്റ്റേഷൻ 11 മണിക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വർക്കായിരിക്കും. യൂണിവേഴ്സ് എന്തായാലും കുറച്ച് പരീക്ഷിച്ചിട്ടുണ്ടായാലും എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും തരും. എന്തായാലും കുറച്ച് പരീക്ഷണം എന്തായാലും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. എന്തായാലും 12 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. യെസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എസ് കാർഡ് വന്നിട്ടുണ്ട്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സിന്റെ ഏഞ്ചൽ നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജിൽ വന്നിട്ടുണ്ട്. എസ് എന്ന് പറയണ
ഇത് ഇവിടെയും ഒരു എസ് എന്ന് പറയാൻ പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്, നോ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടൈമിൽ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ലെറ്റർ എ വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. 2 days ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, എന്തായിരിക്കാം. ലെറ്റർ എക്സ് വന്നിട്ടുണ്ട്. അബ്രോഡ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ ഒത്തിരി പേർക്കും 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അബ്രോഡ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. ബ്ലൂ കളർ വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടപ്പെടുന്ന കളറായിരിക്കും ബ്ലൂ എന്ന് പറയുന്നത്. എക്സ്പെക്ട് മിറാക്കിൾ. ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്ന് പോവുള്ളൂ. അതാണ് പറഞ്ഞ ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വരുമ്പോൾ വരട്ടെ, അതുവരെ നിങ്ങൾ നെക്സ്റ്റ് ഇൻട്രോവേർട്ട് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നവംബർ മന്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. 27 എന്ന് പറയണ നമ്പർ വന്നിട്ടുണ്ട്. റിയാക്റ്റീവ്, പെട്ടെന്ന് ഇമോഷണൽ. ജൂൺ എന്ന് പറയുന്ന മന്ത് വന്നിട്ടുണ്ട്. 31. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 777 എന്ന് പറയണ ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തായാലും വരുമ്പോൾ എന്തായാലും വരട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യുക. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ ഒരു മാരേജ് എന്തായാലും പോസിബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. 2 of Cups വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർ എന്തായാലും പേടിക്കൊന്നും വേണ്ട. ഈ പേഴ്സൺ എന്തായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് എന്തായാലും ചെയ്തിരിക്കുന്നതായിരിക്കും. കാരണം ഈ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. പക്ഷെ ഈ പേഴ്സൺ ഇത്തിരി ഈഗോ ഉള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഇതിനും വന്നിട്ടുണ്ട് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. ഈ പേഴ്സൺ പെട്ടെന്നൊന്നും ഓപ്പൺ ആവില്ല നിങ്ങളുടെ അടുത്ത്. കാരണം ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഒന്നും സമ്മതിച്ച് അങ്ങനെ കൊടുക്കൊന്നുമില്ല. ഇത് ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവരെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും നമ്പർ ഇടുന്നതായിരിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം.